പ്രിയപ്പെട്ട സഹോദരി സഹോദരികളെ, രാജാക്കന്മാരുടെ ഗ്രന്ഥം നാം ഇന്ന് ഏലിയ പ്രവാചകനിലേക്ക് കടക്കുകയാണ്. 1 രാജാക്കന്മാർ 17 അധ്യായത്തിൻ്റെ 1 തൊട്ട് 18 അധ്യായങ്ങൾ. നമുക്കറിയാം, വളരെ വിശദമായ വിവരണമാണ് ഏലിയ പ്രവാചകനെക്കുറിച്ചുള്ള. പ്രവാചകന്മാർ പല വിധത്തിലും തരത്തിലുമുള്ളവരുണ്ടെന്ന് നമുക്കറിയാം. ഒന്നും എഴുതിയിട്ടില്ലാത്ത പ്രവാചകന്മാരുണ്ട്, എഴുതിയിട്ടുള്ള പ്രവാചകന്മാരുണ്ട്, വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. അറിയാം, 12ഓളം ചെറിയ പ്രവാചകന്മാരുണ്ട്. ആദ്യ പ്രവാചകന്മാരിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ലാത്ത പ്രവാചകനാണ് ഏലിയ. പക്ഷേ പ്രവാചകന്മാരിൽ പ്രവാചകനാണ്. നമുക്കറിയാം, കർത്താവ് താപോമല രൂപാന്തരപ്പെട്ടപ്പോൾ അവരന്ന് കണ്ടത് ഏലിയായും മോശയും. കർത്താവിനകത്ത് വരവിൽ ഏലിയ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷെ ഈ പ്രവാചകൻ കടന്നു വന്ന കാലഘട്ടം നാം പറഞ്ഞു വെച്ചു, 2 ലൈൻ രാജാക്കന്മാർ 2 രാജ്യങ്ങളിൽ. അതിൽ വടക്കൻ ഇസ്രായേലിൽ പെട്ടെന്ന് യഹോവ വിശ്വാസത്തിന് എതിരായിപ്പോയി. കാരണമുണ്ട്. കാരണം അവിടെ ജനത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് ജനം യൂദായിലേക്ക് പോകാതിരിക്കണം, ജെറൂസലേമിലേക്ക് പോകാതിരിക്കണം. അവിടെ ഭക്തിപൂർവ്വം പോയി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞവർ പക്ഷേ യൂദാ രാജാവുമായി കൂടുതൽ വൈകാരിക ബന്ധമുണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് അതിനെ തടയണം. ജെറോബോവാം തൊട്ട് അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരവിടെയെല്ലാം അവരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സ്ത്രീകൾ വിഗ്രഹാരാധകരുടെ മക്കളായിരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് സീദോണിലെ രാജാവിൻ്റെ മകളായിരുന്നു ജെസബേൽ. അപ്പോൾ അവിടെ അങ്ങനെ വന്നവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്തങ്ങളായ അവരുടെ ആരാധന ഇവിടെ നടപ്പാക്കി അങ്ങോട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന ജെസബേൽ രാജ്ഞി യഹോവ വിശ്വാസത്തെ നിരോധിച്ചു. അത്ര ആ തലത്തിലെത്തി. മാത്രവുമല്ല, യഹോവയുടെ വിരോധന്മാരെ കൊന്നു കളഞ്ഞു. ക്രൂരയായ ഒരു രാജ്ഞിയായിരുന്നു അവർ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് എല്ലാവരെയും നിയമം മൂലം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചത്ത് വരാൻ നിവൃത്തിയില്ല. എല്ലാ ബാൽ ആരാധനയുമായിട്ട് നടന്നു. ബാൽ ആരാധന, ഈ ദേവനാണ് മഴയുടെ ദേവൻ, ഈ ദേവനാണ് ഫലപുഷ്ടിയുടെ ദേവൻ, ഈ ദേവനാണ് ഫലസമൃദ്ധിയുടെ ദേവൻ എന്നൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങ് പ്രചരിപ്പിച്ചു. ഇത്തരത്തിലാണ് ഒറ്റയാൾ പട്ടാളം എന്ന നിലയിൽ ഏലി പ്രവാചകൻ കടന്നു ചെല്ലുക. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ല. എങ്കിലും അദ്ദേഹം ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയ എന്ന് പറഞ്ഞു. ഗിലെയാദിലെ അത് ഗിലെയാദ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, യോർദാൻ നദിക്ക് കിഴക്കുള്ള ഗിലെയാദിൻ്റെ കിഴക്ക് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ് തിഷ്ബെ എന്ന് പറയുക. അതുകൊണ്ടാണ് തിഷ്ബ്യൻ ഏലിയയെക്കുറിച്ച് പറയാനേ ഇടയായത്. അതുകൊണ്ടാണ് പദം എന്താണത്? വസുതി ഏലിയാഹു എന്നാണ് പേര് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവം യാവേ, എൻ്റെ ദൈവം യഹോവ. ഇതാണ് ആ പേരിന് അർത്ഥം. ഏലിയാഹു പറഞ്ഞ് അത് ഏലി ആയി, പിന്നീട് ഏലി ആയി. പഴയ ഒരു പുരോഹിതനുണ്ട് ഏലി, അതല്ല ഇത്. ഹന്നായുടെ ഘട്ടങ്ങളിൽ അവർ ഷെക്കമിൽ ചെന്നപ്പോൾ വാഗ്ദാന പേടകത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി ഒരു പുരോഹിതനുണ്ടായിരുന്നല്ലോ, അത് ഏലിയാണ്. ഏലിയായാണ്, ഏലിയാഹു. അപ്പോൾ ഈ പ്രവാചകൻ വന്നിട്ട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു, അതായത് ദൂതൻ വഴി അറിയിച്ചു രാജാവിനെ, ഞാൻ സേവിക്കുന്ന ഇസ്രായേൽ ദൈവമായ കർത്താവാണേ എന്ന് പറഞ്ഞു. ഞാൻ പറയാതെ ഈ പ്രദേശത്തും മഴ പെയ്യാൻ പോകുന്നില്ല. കാരണം എന്തായി? മഴയെ പിടിക്കാൻ കാരണം മഴയുടെ ദേവനാണ് ബാൽ. അപ്പോൾ ബാൽ സമർത്ഥനാണെങ്കിൽ, ജീവനുള്ള ദൈവമാണെങ്കിൽ മഴ പെയ്യിക്കട്ടെ. അതുകൊണ്ട് മഴ പെയ്യാൻ പോകുന്നില്ല. പിന്നീട് വരാൻ പോകുന്നത് അങ്ങനെ ഈ 2ൻ്റെയും പുരോഹിതന്മാർ ബലിയർപ്പിക്കും, ഏലിയും പ്രവാചകൻ ബലിയർപ്പിക്കും. കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അബ്രഹാത്തിൻ്റെ വിളി തൊട്ട് ഈജിപ്തിൻ്റെ മോചനം വരെ എല്ലാം അനുസ്മരിക്കുന്നതായിട്ടാണ് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ആ വാക്കിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് അവർ പരിച്ഛേദം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസം
അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ജനഹൃദയങ്ങളിൽ ആഴമായി പതിഞ്ഞത് നിയമം മൂലം നിരോധിച്ച് പുറത്തു പറയാൻ നിവൃത്തിയില്ല. അപ്പോഴും ഉണ്ടല്ലോ നമ്മെ സംബന്ധിച്ച് പല രാജ്യങ്ങളിലും യേശു എന്ന് പറയാനുള്ള നിവൃത്തിയില്ല, വേദപുസ്തകം കൊണ്ടു നടക്കാൻ അനുവാദമില്ല, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു പോയ കഴുത്തുപെട്ടും, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതുകൊണ്ട് 12ഓളം രാജ്യങ്ങൾ ലോകത്തിലുണ്ടെന്നാണ് പറയുക. അപ്പോൾ അവിടെയൊക്കെ നിരോധിച്ചിരിക്കുക വിശ്വാസം. പക്ഷെ നിരോധിച്ചിരിക്കുന്ന തലത്തിലാണ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ യേശുവിന് അനുഗാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വൈരുദ്ധ്യമാണ്. ഏറ്റവും ഭയങ്കരമായിട്ട് നിരോധിച്ച ആ ഹമാസ് ഭീകരന്മാരുടെ നേതാവിൻ്റെ പുത്രി തന്നെ ഈശോയുടെ ശിക്ഷയായിട്ട് തീർന്ന കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഒരു ജനമായിട്ട് ഇസ്രായേലിനെ ഒരു ജനമായി യാവെ മാറ്റിയതായിരുന്നു. എന്തെല്ലാം പറഞ്ഞാൽ മാറ്റി, നിൻ്റെ സ്വന്തം ജനമാണ്, നിൻ്റെ പുരോഹിത ജനമാണ്, നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ്. ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ജനതകളുടെ നടുവിൽ ഇങ്ങനെ ജനത്തെ രൂപീകരിച്ചത്? ജനതകൾക്ക് മാർഗം തെളിച്ചു കൊടുക്കല്ല, ഒന്നും ദൈവത്തിൻ്റെ ജനം അല്ലാഞ്ഞിട്ടല്ല, ദൈവത്തിനെല്ലാം സ്വന്തം ജനം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക ജനത്തെ എന്തിനാ വെച്ചത്? മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട്. അതായത് ദൈവാനുഭവം അവരിലൂടെ മറ്റു ജനതകൾ കണ്ടുകൊണ്ട് അവർ മുകളിലേക്ക്, അവർ എല്ലാം ദൈവത്തേക്ക് വരണം. അവളിലെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞ യഹോവയുടെ ഗിരിശൃംഗം മറ്റെല്ലാ ഗിരിശൃംഗങ്ങളും മുകളിൽ ഉയർന്നു നിൽക്കും. മിക്ക പ്രവാചകൻ പറഞ്ഞു, ഏശയ്യാ പ്രവാചകനും പറഞ്ഞു, 2-ാം അധ്യായത്തിൽ പറയുകയുണ്ടായി. എന്ന് ജനതകൾ പറയും, നമുക്ക് യാക്കോബിൻ്റെ ഭവനത്തിലേക്ക് പോകാം, അവിടുത്തെ മാർഗങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കും. ജെറുസലേമിൽ നിന്ന് വചനവും സീനായിൽ നിന്ന് നിയമവും പുറപ്പെടുമെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഓർക്കും. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തെയാണ് അതിൻ്റെ നേതാവായ വഴി നടത്താൻ ചുമതലപ്പെട്ട രാജാവ് ആ വിശ്വാസം തന്നെ നിരോധിച്ചു എന്ന് പറയുമ്പം അതിൻ്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകാം. ഇവിടെ വാസ്തവത്തിൽ ഏലി പ്രവാചകൻ കടന്നു വരുന്നത് യഹോവയുടെ അടുത്തയാളായിട്ട്, അതായത് രാജാവിന് മന്ത്രി പോലെ തന്നെയാണ് നമ്മുടെ പ്രവാചകന് ദൈവത്തിന്. അതുകൊണ്ടാണ് കർത്താവാണ് എന്ന് പറയാം. അതായത് സത്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. യഹോവയുടെ ജീവനാണ്, യഹോവയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം സംസാരിക്കുക. കർത്താവിൻ്റെ ജീവൻ, സ്വന്തം ജീവനും പണയം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ആണയിട്ടാ പറയുന്നത്, ഞാൻ പറയാതെ 3 വർഷത്തേക്ക് ഈ രാജ്യത്ത് മഴ പെയ്യുക ഇല്ല എന്നും. അപ്പോൾ ഈ മഴയുടെ വലിയ ദേവനെ കൊണ്ട് ഒരു പെയ്യിപ്പിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫലപുഷ്ടിയുടെ ദൈവമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ദൈവം അദ്ദേഹത്തിന് നിവേശനം കൊടുത്തു. ആ പാറക്കെട്ടിന് ഇടയിൽ പോയി യോർദാൻ നദിയിലെ കിഴക്ക് കെറീറ്റ് എന്ന് പറയുന്ന അരുവിക്ക് സമീപം പോയി ഒളിവിൽ കഴിഞ്ഞു കൂടുക. മറന്നുപോലെ ഏലിയാ പ്രവാചകനെക്കുറിച്ച് നാം പഠിക്കുമ്പം അദ്ദേഹം ഈ ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് മറ്റാളും പ്രത്യക്ഷപ്പെട്ട നിവൃത്തിയിലെ കൊന്നുകളെയും ഭയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ദൗത്യം നിർവഹിക്കണ്ടേ? ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആ കെറീറ്റ് അരുവി അവിടെ ഇത്തിരി വെള്ളം കിട്ടും, കുടിക്കാം, നീ അവിടെ പോയി ഒളിച്ച് താമസിക്ക്, നിനക്ക് ഞാൻ കാക്കയെ കൊണ്ട് പട്ടണം തരിപ്പിക്കുമെന്ന് പറയും. ഒക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന കണ്ടില്ലേ? അതുകൊണ്ട് അവിടെ കാക്കയെ കൊണ്ട് അപ്പവും മാംസവും തൻ്റെ ഏകാന്തതയിൽ ആഹാരം നൽകിക്കൊണ്ട് അത് അവിടെ ജീവിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഓരോ സംവിധാനവും നിത്യമായി ഉറപ്പുള്ളതല്ല. കാരണം ഈ അരുവി പറ്റിപ്പോവും. അതുകൊണ്ട് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റിയില്ല. പിന്നെ എന്തിലാണ് ആശ്രയിക്കേണ്ടത്? അരുവിയിലല്ല ആശ്രയിക്കേണ്ടത്, യഹോവയുടെ പരിപാലന ആശ്രയിക്കണം. ആഹാരത്തെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. യഹോവയ്ക്ക് കാക്കയെ കൊണ്ട് പട്ടണം ധരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും ആ ദിനം തോറും, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അന്നന്യ അപ്പം ഞങ്ങൾക്ക് നൽകണമേ എന്നല്ലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി നീ ഉത്കണ്ഠപ്പെടേണ്ട, ദൈവം കൊണ്ടുതരും. അപ്പം അധ്വാനിക്കാൻ തയ്യാറാകണം. അതാണ് കർത്താവ് സംരക്ഷിക്കും. അതുകൊണ്ട് നാളേക്കുള്ള വ്യഗ്രത വേണ്ട. അതുകൊണ്ടല്ലേ കർത്താവിനങ്ങ് വിട്ടുകൊടുത്ത ഈശ്വരനെ പഠിപ്പിക്കുക നമ്മളെ. ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളെ ഉയരവരുടെ കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നാളെ കുറച്ച് ഉത്കണ്ഠപ്പെടാണ്ട, നാളത്തെ ഉത്കണ്ഠ മതി. ഇന്നത്തെ കാര്യം നോക്കിയാൽ മതി. അതുകൊണ്ട് ആദ്യത്തെ ദൈവത്തിന് നീതിയും അവിടുത്തെ രാജ്യം അന്വേഷിക്കുന്ന ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത്
ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ തെളിമയുടെ പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാചകൻ അവളും പറഞ്ഞു, വെള്ളം വറ്റിപ്പോയി, പിന്നെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന അറിയാവോ, നീ സറേപ്തായിലെ സീദോണിൻ്റെ തെക്കാം, യെസബേൽ രാജ്ഞിയുടെ നാടാണ്, സറേപ്തായിലെ ഒരു വിധവയുടെ പക്കലേക്ക് പോകാൻ പറഞ്ഞു. സീദോണിന് 10 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവിടെ നീ അങ്ങോട്ട് പോക്കോ, അവിടെ ഒരു വിധവയുണ്ട്, വിജാതീയ സ്ത്രീയാണ്. ഈശോ പുതിയ അത് കോട്ട് ചെയ്യുകയുണ്ടായി. സറേപ്താൻ വിധവയിലേക്ക് പക്കയിലേക്കാണ് ഏലി അയക്കപ്പെട്ടത്, മറ്റാരുടെയും പക്കലേക്കല്ല എന്ന്. നാമാൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. നാമാൻ ഇങ്ങോട്ട് അയക്കപ്പെട്ട കുഷ്ഠരോഗിയായ നാമാനെയാണ് എലീഷയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടത്. കർത്താവിൻ്റെ പ്രത്യേകമായ പ്രബോധന രീതിയാണുള്ളത്. അപ്പോൾ അവിടെ നാം ഇവിടെ കാണുന്നത് സറേപ്തായിലെ സ്ത്രീയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അപ്പോൾ അവൾ പറയപ്പെടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകനെ കാണുക. പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം, എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു. അത് വെള്ളം എടുക്കാൻ പോയി പറയാം, വെള്ളം അല്പം എനിക്ക് ഭക്ഷണം കൊടുത്താണ്, ഒരപ്പം 2 അപ്പം അല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ഗുരു, ആകപ്പാടെ ആ കാലത്തിൽ അല്പം മാവേ ഉള്ളൂ, അത് വെച്ച് ഞാനും മകനും കൂടെ കഴിഞ്ഞിട്ട് മരിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനിരിക്കുക, ജീവിക്കാൻ നോക്കിയില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് കേൾക്ക്, നീ ആദ്യത്തെ അപ്പം എനിക്ക് കൊണ്ടെത്താ, പിന്നെ ഉണ്ടല്ലോ ഈ അടുത്ത 3 വർഷത്തേക്ക് ആ അപ്പം അവിടെ തീരില്ല, ക്ഷാമം തീരുന്നവരെ അതിനാ കാലത്തിൽ ആ ഭക്ഷണത്തിലുള്ള വക ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം തന്നെ സംഭവിച്ചു. അപ്പോൾ വിശ്വാസം, നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവൾ എന്ത് ചെയ്തു? വളരെ ത്യാഗനിർഭരമായി അവളുടെ ആ ചെറിയ ഭക്ഷണം അല്പം, താങ്കൾ 5 കൊണ്ട് 5000 വരെ തീറ്റിപ്പറ്റി എന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചു പയ്യൻ്റെ കയ്യിൽ 5 അപ്പം ഇരുന്നു. അത് അറിയാമെന്ന് അന്ത്രയോട് വിളിച്ച് പറഞ്ഞു കർത്താവിനോട്, ആ കൊച്ചനത് കൊടുക്കാൻ തയ്യാറായില്ലായിരുന്നെങ്കിലോ? അവനത് കൊടുക്കാൻ തയ്യാറായി, അത് കൊടുത്താണ് ഇത്രയും പേര് കഴിച്ചതിന് ശേഷം 12 കൊട്ട നിറച്ചത്. ഇതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ അപ്പം അത് വർദ്ധിപ്പിക്കും, ആ എണ്ണയും വർദ്ധിപ്പിക്കും. അപ്രകാരം തന്നെ സംഭവിച്ചു. ആ കലം നിറച്ച്, അതായത് ആ കലം നിറച്ച് മാവുണ്ടായി, അതിൻ്റെ എണ്ണ സമൃദ്ധമായിട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈശോയും ഇപ്രകാരം തന്നെയായിരുന്നല്ലോ. ഈശോ എന്നാ ചെയ്തത്? രക്ഷാകരമായ എല്ലാ കാര്യങ്ങളെയും കർത്താവ് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം എടുത്ത് ഉന്നയിക്കുകയുണ്ടായി. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 22, 26 വാക്യങ്ങളിൽ ഇത് കർത്താവ് എടുത്തുപയോഗിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ വിധവയുടെ ആ എണ്ണം, അവരുടെ ആ അപ്പം, അപ്പോൾ ദൈവകാരുണ്യത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണുകയാണ്. അവിടെ കർത്താവിൻ്റെ കരുണയാണ്. ഇതാണ് ജീവനായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈശോ ജീവനായിട്ട് പൂർണ്ണതയിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ? അപ്പോൾ ഇവിടെ ജീവൻ്റെ അടിസ്ഥാനവും അതിൻ്റെ ഉറവിടവും അതിൻ്റെ ഉത്ഭവസ്ഥാനവും ദൈവം തന്നെയാണ്. ജീവൻ നൽകാനും സമർത്ഥമായി നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പം നമുക്ക് അമിതമായ ഉത്കണ്ഠ ജീവനെക്കുറിച്ചും വേണ്ട. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ശരീരത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ തീ തള്ളിയിടാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടാൽ മതി. അത് ശരീരത്തെ കൊല്ലുന്നതിനെ ഭയപ്പെടേണ്ട, അത് കർത്താവ് സംരക്ഷിച്ചു കൊള്ളും. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുകയാണ്, ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് കൊച്ചന് വലിയൊരു രോഗം വന്ന് അവനങ്ങ് മരിച്ചു. അപ്പോൾ അന്നത്തെ അവരുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവിക മനുഷ്യൻ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇവൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവൾക്ക് ശിക്ഷയായിട്ട് മകനെ വധിച്ചത് എന്ന് ഇവളങ്ങ് നിലവിളിച്ചു. പ്രവാചകൻ എന്ന് പറഞ്ഞു, പാപത്തിനുള്ള ശിക്ഷയല്ല ഇത്, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനുള്ള അവസരം ദൈവം നിനക്ക് തരികയാണ്. ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് മുകളിലത്തെ നിലയിൽ അദ്ദേഹത്തിന് സജ്ജമാക്കിയ മുറിയിൽ അദ്ദേഹം പോയി. നമുക്കറിയാം അവിടെ അങ്ങ് ദൈവത്തിൻ്റെ മനുഷ്യനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമാണെന്നും കർത്താവിൻ്റെ വചനമാണെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയത്തക്ക രീതിയിൽ അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവെ നീ കുഞ്ഞിനെ ജീവൻ നൽകണമെന്ന് പ്രാർത്ഥിച്ച് ദൈവ പ്രാർത്ഥന കേട്ടു. അവനെ മുകളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് ഈ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണിത്, അങ്ങ് ദൈവത്തിൻ്റെ മനുഷ്യനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് വ്യക്തമായി വിശ്വാസ പ്രഖ്യാപനമാണ് നടക്കുന്നത്. അത് ഏറ്റുപറയുകയാണ് വിജാതീയ സ്ത്രീ.
അതുകൊണ്ട് അവിടെ ബാലല്ല, ദൈവമാണ്, യഹോവയാണ് ജീവൻ നൽകിയതെന്ന് തെളിയിച്ചു. അതായത് ജീവൻ്റെ ഉറവിടം എന്ന് പറയുന്ന അവർ രാജാവ് പ്രചരിപ്പിച്ചിരിക്കുന്ന, രാജ്ഞി പ്രചരിപ്പിച്ചിരിക്കുന്ന ദേവനിൽ നിന്നല്ല, നേരെ മറിച്ച് ഈ പ്രപഞ്ചസത്താവായ കർത്താവിൽ നിന്നാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ ഒരു കഠിനമായ പരീക്ഷയാണ് അവിടെ നടക്കുന്നത്. അതായത് രണ്ട് തരത്തിലും പരീക്ഷയാണ്. ഒരു വിധത്തിൽ പറഞ്ഞ ഏലിയ പ്രവാചകൻ പരീക്ഷിക്കപ്പെടുകയാണ്, അതേസമയത്ത് ആ വിധേയം പരീക്ഷിക്കപ്പെടുകയാണ്. അതേ സമയത്ത് അവൾക്ക് നന്മയുണ്ടായിരുന്നു. അവൾക്ക് കിട്ടിയ അല്പം മാവും പങ്കുവയ്ക്കാൻ അവൾ തയ്യാറായി. അത് മാത്രവുമല്ല, ഒരു അപരിചിതന് അവൾ അഭയം നൽകി, അപ്പം ധൈര്യമായിട്ട് ആഹാരം നൽകി. അപ്പോൾ അങ്ങനെ പുത്രൻ്റെ മരണം വന്നപ്പോഴത്തേക്കും അവളുടെ ആ ചങ്ക് പൊട്ടി തകർന്നുപോയി. പക്ഷേ പ്രവാചകൻ പറഞ്ഞ് അവൾ വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ പതറാതെ നിന്നതുകൊണ്ട് ആ കൊച്ചിനെ തിരിച്ചു കിട്ടി. അപ്പോൾ അത്യാഹിതങ്ങൾ നന്മയ്ക്ക് വേണ്ടി ദൈവം നിശ്ചയിക്കുന്നു എന്ന് അവളെ പഠിപ്പിച്ചു പ്രവാചകൻ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്, ദൈവത്തിൻ്റെ മഹത്വീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എങ്ങനെയൊക്കെ വരാം? നമ്മുടെ ജീവിതയാത്രയിലും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നായിരിക്കാം നമുക്ക് സഹായം കിട്ടുക. ഇങ്ങനെ ഒരു വിജാതീയ സ്ത്രീയിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രവാചകൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ആരെയും തടയാൻ പാടില്ല. ആരിൽ നിന്നാണ് സഹായം കിട്ടുമെന്ന് അറിയത്തില്ല. ദൈവം നിയോഗിച്ചിരിക്കുന്ന ആരെയും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ആരിൽ നിന്നും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നവരിലായിരിക്കണമെന്നില്ല. നമ്മൾ വളരെ ഉറ്റവരായിട്ട് കാണുകയും അങ്ങ് ഉപകാരം ചെയ്യുകയും ഇപ്പം പരസ്പരം സഹായിക്കുകയും ചെയ്തുകൊണ്ട് നടന്ന ആളുകളായിരിക്കുകയില്ല ഒരപകട സാഹചര്യങ്ങളിൽ നമുക്ക് നന്മ ചെയ്യുന്നത്. അങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെയധികം അടുത്ത സ്വന്തക്കാരെയും സ്നേഹിതരെയും ഒക്കെ ഒരുപാട് താലോലിച്ച് വളർത്തി പരിപാലിപ്പിച്ചു കൊണ്ടുവന്ന ആളുകൾക്ക് പ്രത്യേക അപകടാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരെക്കാൾ അധികമായി മുൻപന്നെ സഹായിച്ചത് അവരുടെ ഭാഷയെ പറഞ്ഞ അന്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ദൈവം ആ പ്രവർത്തിക്കുന്ന ആരിലൂടെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആരിൽ നിന്ന് വേണമെങ്കിലും ഇങ്ങനെയുള്ള സഹായം നമുക്ക് വരാവുന്നതാണ്. അപ്പം ഇവിടെയും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഏലി പ്രവാചകന് ലഭിക്കുന്നതായ ആ വലിയ നന്മ അതുണ്ടാകുന്നത് അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്നാണ്, സഹായം പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നാണ്. അപ്പോൾ തന്നെയുമല്ല, ഏലിയയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രത്യാശയുടെ പ്രാർത്ഥനയാണ്. അല്ല അയ്യോ എനിക്ക് എല്ലാം പോയല്ലോ, തിരിച്ചു അതല്ല, ദൈവത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥന. അപ്പം ദൈവം അതിനനുസരിച്ചായിട്ട് മറുപടി നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പുതിയ നാം വരുമ്പോൾ നായിയും വിധവയുടെ മകനെ, അവർക്ക് രണ്ടുപേർക്ക് ഏക മകനാണ്. ഇവിടെ തന്നെ സറേപ്തായ്ക്കും ഏക മകനാണ്. അതുതന്നെ അതിൻ്റെ ഈശോ അവിടെ ജീവൻ നൽകുന്നു. ഈശോ ഇവിടെ ഈശോയുടെ മുന്നോടിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ അദ്ദേഹം ഇങ്ങനെ രംഗത്തേക്ക് കടന്നു വരികയാണ്. ഇപ്പം ഇതൊന്നും ആരും അറിയുന്നില്ല. രാജ്യത്ത് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ബാലൻ്റെ ആരാധന, ആഘോഷം, ഉത്സവങ്ങൾ പൊടിപൂരം നടക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയുടെ ആഘോഷങ്ങൾ വലിയ ഭയങ്കരമായ ആമിട്ട് പൊട്ടുന്ന പോലെ പെരുപ്പിട്ടിക്കെട്ട് കൃതി ശബ്ദായമാനമായ ആഘോഷം എന്നത് നടക്കുന്ന ഇടപാടാണ്. അത് മനുഷ്യൻ മനഃപൂർവ്വം ക്രമീകരിക്കുന്നതാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വലിയ ഭയങ്കര മേളകൾ നടക്കുമ്പോൾ ആ വലിയ മേളകളുടെ നടുവിലാണ് ഇതൊന്നും അറിയാതെ ഒറ്റ മനുഷ്യൻ യഹോവ എന്ന് പറയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് നിന്നുകൊണ്ട് ഒരാളുടെയും സഹായമില്ലാതെ ഒറ്റയാൾ പട്ടാളം നിലനിൽക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയ ചില പീഡാനുഭവ സമയങ്ങളിലോ വരാൻ പോകുന്ന സമയങ്ങളിലോ ഒക്കെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ധീരമായിട്ട് അടിപതറാതെ ഉറപ്പായി നിന്നുകൊണ്ട് സംരക്ഷിക്കാനും ഏറ്റുപറയാനും പറ്റുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്കത് നമുക്ക് സ്വന്തം ശക്തിയിൽ നടക്കില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടക്കുകയുള്ളൂ. എങ്കിലും ആഗ്രഹിക്കേണ്ടതാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാതെ ഭൗതികമായ നേട്ടം ഉണ്ടാകുമെന്ന് കരുതി സഭയെ ഒറ്റിക്കൊടുക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്നയാളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിശ്വാസവും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ചില ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോകാനിടയായാൽ അതൊക്കെ ആത്യന്തികമായി ആത്മാവിൻ്റെ നാശത്തിൽ ചെന്ന് കലാശിക്കുമെന്ന കാര്യം നാം മറക്കരുത്. നേരെ മറിച്ച് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ശരി, തമ്പുരാൻ നൽകിയ വിശ്വാസം അത് നിധിയായിട്ട് കാണുകയും അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നും ഈ ഭൂമി യാതൊന്നുമില്ല എന്നും ഈശോ അല്ലാതെ മറ്റൊരു വഴിയും നമുക്കില്ല രക്ഷിക്കുന്നുള്ളതും തിരിച്ചറിഞ്ഞാൽ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ ഇടയിൽ ഈശോ നാമമല്ല മറ്റു നാം വയ്ക്കപ്പെട്ടില്ല എന്നുള്ള പരമമായ സത്യം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ആരുടെ മുമ്പിലും പറയേണ്ട സമയത്ത് പറയാനും മറച്ചു വയ്ക്കാതെ പറയുവാനും
അത് നമ്മൾ ഏറ്റുപറയുവാൻ ദൈവം നമുക്ക് ധൈര്യം നൽകുമെന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെ കടന്നുപോയ ഘട്ടങ്ങൾ 3 വർഷം തീരാറായി. അപ്പം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. 3 വർഷം കൊണ്ട് ആ പാടെ മടുത്തു. രാജാവിന് കൊട്ടാരത്തിൽ പോലും വെള്ളമില്ലാണ്ടായി. രാജാവിൻ്റെ കുതിരകൾക്ക് ഭക്ഷണത്തിന് വഴിയില്ലാണ്ടായി. അപ്പോൾ ഒബാദ്യ എന്ന് പറയുന്ന ആൾ രാജാവിൻ്റെ അടുത്ത, ഒബദ്യ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത ഒരു പരിചാരകനാണ്. അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞു, ഞാനും പോകാം, നീയും പോകാം, നമുക്ക് എവിടെയെങ്കിലും പോയി കാട്ടിൽ കണ്ണം ഈ കുതിരയ്ക്കൊക്കെ എവിടെയെങ്കിലും ഇച്ചിരി പുല്ല് കിട്ടുമോ എന്ന് അന്വേഷിക്കാം. എല്ലാം കരിഞ്ഞു മാടി പോയി. ആലോചിച്ച് നോക്കിയാൽ മഴയില്ലാതെ 3 വർഷം നിന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് രാജാവ് അറിഞ്ഞെത്തിയിരിക്കുക. പിന്നെയല്ല, രാജാവ് ഇങ്ങനെ കൽപ്പനയിട്ടിരിക്കുക, ഈ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മൂലമാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ അവനെ എങ്ങനെയും പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരണം, അവനെ വധിക്കണം എന്നുള്ള തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്, കൈ കിട്ടുന്നില്ല. ആളെ എവിടാന്നറിയാൻ പാടില്ല. കയറിയിട്ട് നദിയുടെ തീരത്തിരുന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഇപ്പം രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പോയിട്ട് അവിടെ ആ സീഡോൻ രാജ്യത്ത് അവിടെ പോയിരുന്നതുകൊണ്ട് സറേപ്തായിൽ പോയിരിക്കുന്ന ആളിനെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ ആഹാബിൻ്റെ അടുത്തേക്ക് നിർഭയമായിട്ട് കടന്നു ചെല്ലുന്ന പ്രവാചകനെ നാം കാണുന്നു. നിർഭയനായിട്ട് കടന്നു ചെല്ലുന്ന പ്രവാചകൻ. അപ്പോൾ 3.5 വർഷം എന്ന് പറയുന്നത് അങ്ങ് കടന്നു പോവുക. ക്ലേശകരമായ കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഈ രാജാവിൻ്റെ വലിയ ശുശ്രൂഷകനായ ഒബാദ്യ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 100 യാവേ പ്രവാചകന്മാരെ ഒളിവിൽ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നന്മ അതാണ്. അദ്ദേഹം രാജാവിൻ്റെ രാജസേവകനായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ യഹോവയുടെ ഭക്തി നഷ്ടപ്പെടുത്താതെ, അതായത് യഹോവയുടെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞ അവസരത്തിൽ കൊല്ലപ്പെടാതെ 50 പേരെ വീതം 2 താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്തു, രാജാവ് അറിയാതെ. അപ്പോൾ ഇത് രാജാവ് പറഞ്ഞു പോകുന്ന അദ്ദേഹത്തെ കൊന്നുകളയും. അപ്പം ജസേബേലിൻ്റെ പീഡന കാലഘട്ടം ഭയങ്കരമായി. അപ്പോൾ കർത്താവ് ഏലി പ്രവചനം പിന്നീട് പറയും, ബാലിൻ്റെ മുമ്പിൽ മുട്ട് കണക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓർക്കണം, ഇത് കൂട്ടിയ ആൾക്കാരെയാണ്. അപ്പം അതിനിടയിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. വലിയ പീഡനം നടന്നാലും ഭയപ്പെടാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ആഹാബിൻ്റെ മുമ്പിൽ എത്തുന്നു. അപ്പോൾ ആ എത്തുന്ന അവസരം നോക്കിയാൽ, നീയാണോ ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം വെച്ച് വെച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നുമല്ല, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നീ തന്നെയാണെന്ന്. 18 അധ്യായം 17 വാക്യം. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നീ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല, കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് ബാൽദേവനെ സേവിക്കുന്ന ആ നീയും നിന്റെ രാജഭവനവുമാണ് ഈ വരൾച്ചയ്ക്ക് കാരണം. ഒരു ഭയമില്ലാതെന്ന് പറഞ്ഞു. ആരെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടാൾക്കാരോട് അവന് തലയെടുക്കാൻ പറയാനായിട്ടുള്ള ഒരു ആജ്ഞയ്ക്കുള്ള ആത്മശക്തി അദ്ദേഹത്തിനില്ലായിരുന്നു. പ്രവാചകൻ്റെ ദൈവികതയ്ക്ക് മുമ്പിൽ കുനിഞ്ഞുപോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജനത്തെയും ബാലിനെയും അക്ഷേരായി പ്രവാചകന്മാരെല്ലാം ഒരു കാര്യം ചെയ്തു, കാർമൽ മലയിലേക്ക് വിളിച്ചു കൂട്ടാൻ. അങ്ങോട്ട് ആജ്ഞാപിക്കുക പ്രവാചകൻ. ഇതാണ് ധൈര്യം എന്ന് പറയും. രാജാവ് പറഞ്ഞു, ആരാ ദൈവം? നിങ്ങളുടെ ബാലാണോ ദൈവം, അതോ ജീവിക്കുന്നവനായ യഹോവയാണ് ദൈവം എന്നറിയാൻ കാർമൽ മലയുടെ മുകളിൽ, അതായത് കാർമൽ മല എന്ന് പറയുന്ന മധ്യനാഴിയുടെ അവിടെ നിന്ന് 800 അടി ഉയരത്തിലുള്ള മല അപ്പം പിടിച്ചെന്ന് കാണാൻ പറ്റും. അതെല്ലാം മനോഹരമായ മലയാണ് കാർമൽ മല, സുന്ദരമായ മല. അവിടെ ഇപ്പോൾ സൈമൺ സ്റ്റോക്കൊക്കെ ധ്യാനിച്ചിരുന്ന ഗുഹയൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. ആ ഗുഹയ്ക്ക് ഉള്ളിൽ ഒരു വലിയ ദേവാലയത്തിനുള്ളിലാണ് ഗുഹ. അതിനെ തൊട്ട് അധികം അകലെ അല്ലാതെയാണ് ഈ ബലിയർപ്പണം നടന്ന ആ സ്ഥലത്ത് ഏലി പ്രവാചകൻ വാളൂരി നിൽക്കുന്ന ഭീമാകാരമായ പ്രതിമ അവിടെ പണിത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അതിന് അടയാളങ്ങളൊക്കെ ഉണ്ട്. കാർമൽ മലയുടെ മുകളിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ദേവന് ബലിയർപ്പീരും. അങ്ങനെ ആരാ? ഇടിമിന്നലിലൂടെ ഇടപെടുന്നയാളാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ചെയ്യും, ബലിവസ്തു വെച്ചിട്ട് അദ്ദേഹം അഗ്നി ഇറക്കി ഈ ബലി സ്വീകരിക്കട്ടെ. അദ്ദേഹം മഴയുടെ ആളാണ്, അത് കഴിഞ്ഞ് മഴ പെയ്യിക്കട്ടെ, ഒക്കെ ബലിയർപ്പിക്കാം. അപ്പം ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഇത് പറഞ്ഞു. അപ്പം ജനം പറഞ്ഞു, ഇത് കൊള്ളാം, അത് നല്ലൊരു കാര്യമാണ്, അത് നല്ലൊരു ഒരു ഇടപാടാണ്. അതുകൊണ്ട് രാജാവും രാജകൊട്ടാരവും സമ്മതിച്ചു. ഒരു പരീക്ഷണം. അപ്പോൾ അവിടെ എന്താകുന്നത്? കൊടുങ്കാറ്റിൻ്റെയും മഴയുടെയും ദേവനാണല്ലോ നിങ്ങളുടെ, ഇടിമിന്നലിൻ്റെയും ഒക്കെ. അപ്പോൾ അഗ്നി അയച്ച് അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഈ ബലി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതുകൊണ്ട് അവർ ബലിയർപ്പിച്ചു. കാളയെ ബലിയർപ്പിക്കും.
അപ്പം അത് ആദ്യം നിങ്ങളെ ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ രാജ്ഞിയും രാജാവും മറ്റു കൂട്ടാരും പരിവാരങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അവർ കാളയൊക്കെ അറുത്ത് വെച്ച് ഇതുപോലെ തടിക്കെട്ടത്തിന് മുമ്പിൽ വെച്ച് അപ്പോൾ അവർ പറഞ്ഞു ആരും തീ കൊളുത്താൻ പാടില്ല, തീ കൊളുത്തരുത്. ബലിവസ്തു സ്വീകരിക്കപ്പെടുന്നത് നേരിട്ട് തന്നെ ബാലിറങ്ങി വന്ന അഗ്നിയിലൂടെ ഈ ബലിവസ്തു ദഹിപ്പിക്കണം. അപ്പം അദ്ദേഹത്തെ ഈ പറയുന്ന ഈ മനുഷ്യരെല്ലാം ഈ പുരോഹിതന്മാർ നോക്കി നിൽക്കുക, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അവർ ഉറഞ്ഞു തുള്ളി. അപ്പം ഏലി അവരെ പരിഹരിച്ചു. ഒരുപക്ഷെ ഇദ്ദേഹം എന്തെങ്കിലും സവാരിക്ക് പോയിരിക്കുകയായിരിക്കും, അവിടെ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അനുദിന വ്യാപാരത്തിൽ വ്യാപരിച്ചിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുമായിരിക്കും. ഉറക്ക വിളിക്കാം, കുറേക്കൂടി ഉറക്ക കൂവി വിളിക്കാൻ പറയും. നമ്മുടെ ഇവിടുത്തെ വെളിച്ചിപ്പാടുമാരെ പോലെ അവർ തുള്ളിക്കഴിഞ്ഞ അവസാനം അവർ കയ്യിരിക്കുന്ന വാളുകൊണ്ട് ശരീരമൊക്കെ മുറിവേൽപ്പിച്ച് വെളിച്ചിപ്പാട് തുള്ളൽ നടത്തി കാറി കൂവി ഭയങ്കരമായ എത്ര പേരാ? 450 പേരാ. 450 രാജാവിൻ്റെയും 400 പേര് ജസബേലിൻ്റെയും കൂടി 850 പേരോടുമാണ് നിക്കിനം ബലിയർപ്പിക്കാൻ. ഇവിടെ ആരാ നിൽക്കുന്ന? ഒറ്റ മനുഷ്യൻ, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഉറഞ്ഞു തുള്ളി. പക്ഷേ ആരും ഒന്നും കേട്ടില്ല. അവസാനം നിശബ്ദത, രക്ഷയില്ല, ഫലമില്ല. അപ്പോൾ ഏലി പ്രവാചകൻ പറയും, ശരി എന്നാൽ ഞാൻ ബലിയർപ്പിക്കാം. ആദ്യൻ്റെ എന്നറിയോ? തകർന്നു കിടന്ന യഹോവയുടെ ബലിപീഠം പുനരുദ്ധരിച്ചു. ആണല്ലോ അവിടെ തകർന്നു തന്ന ബലിപീഠം തകർന്നിരുന്നു. തമ്പുരാൻ വിശ്വാസം നഷ്ടപ്പെടുത്തി. ദേവാലയം തകർത്ത് കളഞ്ഞു, അൾത്താര തകർത്ത് കളഞ്ഞു, മധുഹ തകർത്ത് കളഞ്ഞു. അവിടെ ഒന്നുമില്ല. അപ്പം അവിടെ വായനയുടെ പീഠമില്ല, വചനത്തിന് പ്രഘോഷണമില്ല, ഒന്നുമില്ല. എല്ലാം തകർത്ത് കളഞ്ഞു. ആദ്യം അദ്ദേഹം ചെയ്തത് ആ ബലിപീഠം അദ്ദേഹം പുനരുദ്ധരിക്കാൻ വേണ്ടി 12 കല്ലെടുത്തു. എന്താ 12 കല്ല്? 12 ഗോത്രങ്ങൾ അവർ പ്രതിനിധാനം ചെയ്തു. ഭാവിയിലോ 12 അപ്പസ്തോലന്മാർ. അപ്പോൾ ഈ 12 ഗോത്രങ്ങൾ പ്രതീകമായ 12 കല്ല്, മുട്ടം കല്ലെടുത്ത് അടുക്കി വെച്ചിട്ട് ബലിപീഠം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു 7 കുടം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവരുന്നതെല്ലാം ആ വിറകെല്ലാം എല്ലാം അടുക്കി വെച്ചിട്ട് ആ വിറകിൻ്റെ മേൽ വെള്ളമെല്ലാം ഒഴിച്ച് നനച്ച് കുതിർത്തു. ആ ഊരിലെ എൻ്റെ ചാലിലെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ 7 പ്രാവശ്യം വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വീണ്ടും വെള്ളം ഒഴിച്ച് അവിടെ മുഴുവൻ നനഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് പറഞ്ഞു? അഗ്നി ഇറങ്ങി കത്തിക്കണമെന്നൊന്നും തമ്പുരാനോട് ഒന്നും പ്രാർത്ഥിച്ചില്ല. ഈ ബലി ഇങ്ങനെ അഗ്നി ഇറങ്ങി ഇവിടെ മുമ്പിൽ കത്തിച്ച് ചാരവാക്കണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം അത്യുന്നതൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ജീവിക്കുന്നവനാ ദൈവം, നീ ജീവിക്കുന്നു എന്ന് ഈ ജനം മനസ്സിലാക്കാൻ വേണ്ടി. ഇതാണ് സംഗതി. അതായത് ഈ ഒരു ബലി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് വിജ്ഞാർക്ക് ആളാകാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. നേരെ മറിച്ച് ഈ ജനത്തിന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി, അവർ കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി, കർത്താവായ ദൈവമേ ഈ ബലി സ്വീകരിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളുണ്ടോ? അതായത് കർത്താവിൽ നിന്ന് തെറ്റിപ്പോയി ഇപ്പോൾ ഈ രാജാവും രാജകുടുംബവും ഈ ജനതയും മുഴുവൻ നിൻ്റേതാണ്, അവർ തിരിച്ചങ്ങോട്ട് വരാൻ വേണ്ടി ബലി സ്വീകരിക്കണമെന്ന് പറയുകയും അഗ്നി ഇറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് നാം വായിക്കുക. അപ്പം അതുകൊണ്ട് അതിലൂടെ എന്താ സംഭവിച്ചത്? ഈ ബലിയർപ്പണത്തിൻ്റെ ആൾക്കാർ രൂപീകരിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ജനത്തെക്കുറിച്ച് എന്താണെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ ഉണ്ടായി. ഉടമ്പടിയുടെ ഒരു ജനത്തിൻ്റെ ഐക്യത്തെ ദൈവം എന്ന് പറഞ്ഞ കാര്യം വീണ്ടും അനുസ്മരിച്ച്, നിങ്ങളെനിക്ക് സ്വന്തം ജനമാണ്, എനിക്ക് പുരോഹിത ജനമാണ്, എനിക്ക് വിശുദ്ധ ജനമാണ്, ഇതൊക്കെ അങ്ങ് പറഞ്ഞു വെച്ചിട്ട് അതെല്ലാം ഉണർത്തിയിട്ട് അപ്പോൾ എന്നാ ചെയ്തു? എപ്പോഴാണ് നടക്കുന്നത്? ജെറൂസലേം ദേവാലയത്തിൻ്റെ സായാഹ്ന ബലി നടക്കുന്ന സമയം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ആ സമയത്താണ് ഇവിടെ ബലി നടക്കുക. ആ സമയം അദ്ദേഹം തിരഞ്ഞെടുത്തു. കാരണം കൃത്യമായിട്ട് ആ ബലി അനുസ്മരിക്കാൻ ഭാവിയിൽ വരുമ്പോഴോ കർത്താവ് തൻ്റെ ജീവൻ്റെ ബലിയർപ്പിക്കുന്ന സമയം തന്നെ. അപ്പോൾ അപ്രകാരം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ബോധ്യം നൽകണമേ. അതായത് നീ ആണ് സത്യമായും ദൈവമെന്ന് ഈ ജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പം എന്ത് ചെയ്യുന്നു? നീലാകാശത്തും വെള്ളിടി വെട്ടി എന്നാൽ ഭയങ്കരമായ അഗ്നി ഇറങ്ങി അപ്പോൾ ബലിവസ്തുവും ചുറ്റിലുള്ള എല്ലാ സംഗതികളും ദഹിപ്പിച്ചു. കർത്താവ് തന്നെയാണ് ദൈവമെന്ന് ജനമായിട്ട് പറയും. പ്രവാചകന്റെ ഉദ്ദേശം തന്നെയായി, കർത്താവ് തന്നെയാണ് ജനം. അപ്പോൾ ജനത്തെ വഴിതെറ്റി എന്നൊരു നിയമമുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 13:5 പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാം എന്ന് വ്യാജപ്രവാചകൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്മാരുടെയോ വിശകലനക്കാരുടെയോ വാക്കുകൾ കേൾക്കരുത്. അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനോ ആരായാലും അവൻ വധിക്കപ്പെടണം, നിയമമാണ്. അപ്പം ഇവിടെ അനുസരിച്ച് എങ്ങനെയാണ് സംഭവിക്കേണ്ടത്?
അപ്പോൾ ജനം മുഴുവൻ ഒന്നിച്ച് ചേർന്ന നേരിയ നേതൃത്വത്തിൽ ഈ ബാലിൻ്റെ പ്രകാശന്മാരെ മുഴുവൻ വർദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് തിന്മ ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ പ്രതീകാത്മകതയാണ്. ആ രാജ്യത്തിന് തിന്മ ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഇതുപോലെ യോശുവ 6:17 പറയുന്നുണ്ട്, പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബലിയർപ്പണം തന്നെയാണ്. അതുകൊണ്ട് ആ വിധത്തിൽ ആ കാര്യം ഇപ്പം വായിച്ചു വരണമെന്നൊക്കെ അത് ക്രൂരമായി തോന്നാമെങ്കിലും അത് ബലിയുടെ അർപ്പണത്തിൻ്റെ ഭാഗമായും നിയമത്തിന് പൂർത്തീകരണം വേണ്ടി കാണാൻ കുറ്റൂല. പെട്ടെന്ന് തന്നെ മഴ എരമ്പം തുടങ്ങി, എരമ്പെന്ന സ്വരം ഉണ്ടായെങ്കിൽ രാജാവ് പന്തേരും ഉടൻ തന്നെ പോയി, പ്രവാചകൻ പോയി ഒരു സ്ഥലത്ത് പോയി ഒരു മാടിൻ്റെ മുകളിൽ പോയിരുന്ന് അത് ഇരുന്ന് കുനിഞ്ഞിരുന്ന് തൻ്റെ തല കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു. അപ്പം ഏകദേശം അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നു. എനിക്കാണെ പറ്റിയില്ല, കാരണം നമ്മുടെ കാലിൻ്റെ ഇടയിലേക്ക് പൊക്കാൻ പറ്റത്തില്ല, വയറുള്ളതുകൊണ്ട്. അപ്പം അത് എന്തുമാത്രം മെലിഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തല 2 കാലിൻ്റെ ഇടയിലൂടെ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം കുനിഞ്ഞിരുന്നു. കുനിഞ്ഞിരുന്നിട്ട് എന്ന് പറഞ്ഞു, വൃത്തിനോട് പറഞ്ഞ് പോയി നോക്കാൻ പറയും, മഴ വരുന്നുണ്ടോ. 1 പ്രാവശ്യം പോയി, ഇല്ല. 2 പ്രാവശ്യം പോയി, ഇല്ല. 3 പ്രാവശ്യം പോയി, ഇല്ല. 7ാമത്തെ പോയി അവിടെ ഒരു കൈപ്പത്തിയുടെ ആകൃതിയിൽ ഒരു മഴക്കാർ പൊങ്ങി വരുന്നുണ്ട് എന്ന് പറയും. ഉടനെ പറഞ്ഞേക്കാൻ പറയും. നേരെ ആഹാബിനോട് പറഞ്ഞ സ്ഥലം വിട്ടോളൂ, അല്ലെങ്കിൽ പെരുമഴ വരും. പെരുമഴ വന്ന മഴ നനയാതെ നിന്ന് സ്ഥലമായത് മുഴുവൻ പൊടി. അപ്പോൾ ചെളി കയറി മൂടിക്കഴിഞ്ഞ് രഥം മുമ്പോട്ട് പോയി സ്ഥലം വിട്ടോളാൻ പറയും. അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് പെരുമഴയ്ക്കുള്ള ഭയങ്കരമായ ശബ്ദം കേട്ടും. ഇപ്പോൾ കർമ്മമല 24 കിലോമീറ്റർ അകലെയാണ് യസ്രഹേൽ, അവിടെയാണ് രാജാവ് ചെല്ലേണ്ടത്. അങ്ങേട്ട് പോയി. അപ്പോൾ അതിന് മുൻപേ പ്രവാചകൻ ഓടി. 2 കാരണങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയാം, ഇതെല്ലാം കണ്ടിട്ട് ഈ ജനഹൃദയങ്ങളെ കർത്താവിലേക്ക് ആനയിക്കാൻ വേണ്ടി നിയോഗത്തിൽ കാര്യം ചെയ്തെങ്കിൽ രാജ്ഞിയുടെ ഹൃദയമൊന്നും മനസ്സാന്തരപ്പെട്ടില്ല. രാജ്ഞി അവസാനം പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ മരിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുമെന്ന് പറഞ്ഞിരുന്നതിൻ്റെ പ്രവചന പൂർത്തീകരണം യേഹൂവിൻ്റെ കാലഘട്ടങ്ങൾ സംഭവിച്ചു. 2-3 നില മുകളിൽ നിന്ന് വലിച്ച് താഴോട്ടെറിഞ്ഞിട്ട് അവൾ വീണ് ചെതറി അവൾ മരിക്കുക. അവിടെ കിടന്നുകൊണ്ട് പട്ടി വന്ന് നായ്ക്കൾ വന്ന് ഈ രക്തമാക്കി. ഇവിടെ ഒരു മാനസാന്തരനോട് തയ്യാറായില്ല. നേരെ മറിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ കഴുത്ത് തല കാണില്ല എന്ന് പറഞ്ഞ ആളെ വിടുകയായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി. ഓടിയത് അങ്ങോട്ടാണ് നേരെ ഹോറബ് മലയിലേക്ക്. എന്തിനാണ് അങ്ങോട്ട് ഓടിയത്? അവിടെയാണ് ദൈവ വെളിപാടിൻ്റെ ഉറവിടം. 2 ഘട്ടം നമുക്കറിയാമല്ലോ. മോശയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ട സ്ഥലമാണ്. മോശയെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞ് വിമോചനത്തിൽ പറഞ്ഞയക്കുന്ന, അതായത് ഈ പറയുന്ന കത്തി എരിയാത്ത നിൽക്കുന്ന മുൾപ്പടർപ്പ്, ചാരമായി നിൽക്കുന്ന മുൾപ്പടർപ്പ്, ആ സ്ഥലം അവിടെ തന്നെയാണ് വിമോചിപ്പിച്ച് ജനത്തെ കൊണ്ടുവന്ന് അതിൻ്റെ അടിവാരത്തിൽ എന്തുകൊണ്ടാണ് ആ ഉടമ്പടി പത്രിക നൽകാൻ പോകുന്ന 10 കൽപ്പന ആ സ്ഥലത്തേക്കാണ് പ്രവാചകൻ ഓടിയത്. എന്ന് പറഞ്ഞാൽ വെളിപാടിൻ്റെ ഉറവിടത്തിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ ഇത് കണ്ടില്ലേ, ദൈവത്തിൻ്റെ പക്കലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അന്വർത്ഥമാക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ വിശ്വാസം പതറാനായിട്ടിടയാവരുത്. പതറിയാൽ നമ്മുടെ ജീവിതം പതറി തകർന്നു. നമ്മുടെ ഏത് സാഹചര്യം വന്നാലും വിശ്വാസം ഉറപ്പിച്ച് നിൽക്കാൻ കഴിയണം. ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ നോക്കുന്നതൊക്കെ ശത്രുതയായിരിക്കും. ഒബാദിയായെ പോലെ അദ്ദേഹം ഈ ശത്രുയുടെ നടുവിൽ നിന്നെങ്കിലും അദ്ദേഹം അറിയാതെ നന്മ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ വരാൻ പോകുന്ന പക്ഷേ ഭീകരമായ വെല്ലുവിളികളായിരിക്കും. പക്ഷേ നമുക്ക് സംരക്ഷണം നൽകുന്ന ഇവരാരുമല്ല. ഒരു പാർട്ടിയുമല്ല, ഒരു സർക്കാരുമല്ല, ഒരു ശക്തിയുമല്ല. നമുക്ക് സംരക്ഷണം നൽകുന്ന ജീവിക്കുന്നവനായ ദൈവമാണ്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഭീഷണി കൊണ്ടും നമുക്ക് നന്നായിട്ട് ജീവിച്ച് നന്നായിട്ട് പോകുമ്പോൾ പക്ഷേ നമ്മളൊക്കെ കലാപകാരികളാക്കി പറയാനായിട്ട് ഇടയാണ്. നമുക്ക് ദൈവസന്നിധിയിലാണ് നമ്മുടെ നീതീകരണം. അപ്പോൾ നമ്മുടെ ആശ്വാസപ്പെടലിന് വേണ്ടി ആഗ്രഹിക്കേണ്ട, സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ മതി. ഇത് രണ്ടാം ആശ്വാസം തേടിപ്പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിളിച്ചിരിക്കുക, ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന് സൗഖ്യപ്പെടാൻ വേണ്ടിയിട്ട്, സൗഖ്യം സ്വീകരിക്കാൻ. കർത്താവിൻ്റെ മുറിവുകളിൽ നിന്നാണ് ഈ സൗഖ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഏലിയ പ്രവാചകൻ പിന്നീട് നമുക്കറിയാം രക്ഷാകര ചരിത്രത്തിലെ വലിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് ആ ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ 2ാമത്തെ വരുമ്പോൾ വീണ്ടും വരുമെന്നൊരു വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നു. മിക്ക പ്രവാചകനിലൊക്കെ ഉണ്ട്. കർത്താവ് തന്നെ പറയുന്ന ഏലിയ വന്ന് പോയിരുന്നു, ജ്ഞാപകയോനെ ഉദ്ദേശിച്ചാൽ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം നമ്മളുണ്ട്. അടുത്ത ഭാഗത്തിലേക്ക് പിന്നീട് നമുക്ക്